ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1989 മുതൽ 2000 വരെയുള്ള വർഷങ്ങളിൽ സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച് റിലീസ് സെൻ്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 1986 മുതൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന സുരേഷ് ഗോപി 1989 മുതലാണ് നായക വേഷങ്ങളിലേക്ക് ചുവടുമാറിയത്. ആകെ 9 ചിത്രങ്ങളാണ് ഈ കാലയളവിൽ സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്. ഇനി ഏതൊക്കെയാണ് സുരേഷ് ഗോപി നായകനായി എത്തി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രങ്ങളെന്ന് നോക്കാം. 1989 1990 സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 90 ജയറാമിൻ്റെ കൂടെ ഇന്നലെ എന്ന ചിത്രം റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചെങ്കിലും അതിൽ സുരേഷ് ഗോപിക്ക് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ വേഷമായിരുന്നു ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ഇന്നലെ ഉൾപ്പെടുത്തിയിട്ടില്ല. 1991 സുരേഷ് ഗോപിയുടേതായി ഒരു ചിത്രമാണ് റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്. 1991 സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 12 തിയേറ്ററുകളിലെത്തിയ ഫാസിലിന്റെ എൻ്റെ സൂര്യപുത്രിക്ക്. നീണ്ട 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അമലയായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി നായക വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ കരിയറിലെ ആദ്യത്തെ 100 ദിവസം ഓടിയ ചിത്രമായിരുന്നു എൻ്റെ സൂര്യപുത്രിക്ക്. 17 സെന്ററുകളിലാണ് എൻ്റെ സൂര്യപുത്രിക്ക് റിലീസ് ചെയ്തത്. സുരേഷ് ഗോപി തൻ്റെ ആക്ഷൻ ഹീറോ എന്ന ഇമേജൊക്കെ മാറ്റിവെച്ച് വളരെ പക്വതയാർന്ന അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത് വൻ വിജയം നേടിയ ചിത്രമായിരുന്നു. സ്ത്രീ പ്രേക്ഷകർക്കിടയിൽ സുരേഷ് ഗോപിക്ക് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുത്ത ഈ ചിത്രത്തിൽ ശ്രീവിദ്യ, സുമിത്ര, MG സോമൻ, പ്രതാപചന്ദ്രൻ, ഭീമൻ രഘു തുടങ്ങിയവരെ കൂടാതെ തമിഴിലെ പ്രശസ്ത താരം TS രാഘവേന്ദ്രയും പ്രധാനപ്പെട്ട വേഷത്തിൽ എത്തിയിരുന്നു. ഈ ചിത്രം എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ഉൾപ്പെടെ 8 റിലീസിംഗ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചു. ഫാസിൽ തന്നെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രത്തിൽ ഇളയരാജ ഈണമിട്ട സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടി. ഈ ചിത്രത്തിന്റെ വിജയം സുരേഷ് ഗോപിക്കും തന്റെ കരിയറിൽ ഏറെ നേട്ടമുണ്ടാക്കാനായി. 1992 സുരേഷ് ഗോപിയുടേതായി ഒരു ചിത്രമാണ് റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്. 1992 സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു ജൂലൈ 11 റിലീസ് ചെയ്ത തലസ്ഥാനം. 90കളിലെ ഫയർ ബ്രാൻഡ് നെയിമായ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിലൊരുങ്ങിയ ആദ്യത്തെ പൊളിറ്റിക്കൽ ആക്ഷൻ ചിത്രമായിരുന്നു തലസ്ഥാനം. ഷാജി കൈലാസിന്റെ ചടുലമായ സംവിധാന മികവ് കൊണ്ടും രഞ്ജി പണിക്കരുടെ കുറിക്കുകൊള്ളുന്ന ഡയലോഗുകൾ കൊണ്ടും ഏറെയധികം പുതുമ സൃഷ്ടിച്ച തലസ്ഥാനത്തിന്റെ വിജയം പുതിയൊരു ട്രെൻഡിന് തുടക്കമാവുകയായിരുന്നു. 11 സെന്ററുകളാണ് തലസ്ഥാനം റിലീസ് ചെയ്തത്. സുരേഷ് ഗോപിയുടെ ആക്ഷൻ ഹീറോ ചിത്രങ്ങളിൽ അതുവരെ അഭിനയിച്ച ഒരു ചിത്രങ്ങൾക്ക് നേടാനാകാത്ത സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു തലസ്ഥാനം അക്കാലത്ത് നേടിയിരുന്നത്. നരേന്ദ്രപ്രസാദ് എന്ന ശക്തനായ വില്ലനെയും വിജയകുമാർ എന്ന നടനെയും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച തലസ്ഥാനം ക്രൈസ്റ്റ് കിങ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹെൻറി ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ഒരു സെന്ററിലാണ് തലസ്ഥാനം 100 ദിവസം പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം SL കോംപ്ലക്സിലാണ് തലസ്ഥാനം 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചത്. MG സോമൻ, ഗണേഷ് കുമാർ, വിജയരാഘവൻ, അശോകൻ, ജനാർദ്ദനൻ, ഗീത എന്നിവരായിരുന്നു ഈ ചിത്രത്തിൽ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സുരേഷ് ഗോപിയുടെ സൂപ്പർ താര പദവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി വിശേഷിക്കപ്പെടുന്ന തലസ്ഥാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ജോൺസൺ ആയിരുന്നു. 1993 സുരേഷ് ഗോപിയുടേതായി ഒരു ചിത്രമാണ് റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്. 1993 സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു ഏകലവ്യൻ. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ ടീമിന്റെ ഈ ചിത്രം സുരേഷ് ഗോപിയുടെ കരിയർ ഗ്രാഫ് തന്നെ മാറ്റിമറിച്ച ചിത്രം കൂടിയായിരുന്നു. 14 സെന്ററുകളിലാണ് ഏകലവ്യൻ റിലീസ് ചെയ്തത്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരൻ നിർമ്മിച്ച് മെയ് 20 കേരളത്തിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്ത ഈ ചിത്രമാണ് സുരേഷ് ഗോപിക്ക് സൂപ്പർ താര പദവിയിലേക്കുള്ള ചവിട്ടുപടിയായി മാറിയത്. റിലീസ് സെന്ററുകളെ കൂടാതെ BC സെന്ററുകളിലും ഐതിഹാസിക വിജയം നേടിയ ഈ ചിത്രത്തിലെ സുരേഷ് ഗോപിയുടെ മാധവൻ എന്ന കഥാപാത്രം താരത്തിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായി ഇന്നും അറിയപ്പെടുന്നു. 3 സെന്ററുകളിലാണ് ഏകലവ്യൻ 100 ദിവസം പ്രദർശിപ്പിച്ചത്. നരേന്ദ്രപ്രസാദ്, വിജയരാഘവൻ, മധു, ഗീത, ചിത്ര, ഗണേഷ് കുമാർ, സിദ്ദിഖ്, മാധു, ജഗതി ശ്രീകുമാർ തുടങ്ങി നിരവധി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. 1994 സുരേഷ് ഗോപിയുടേതായി ഒരു ചിത്രമാണ് റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്.
1994 സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു. ഏപ്രിൽ 14 റിലീസ് ചെയ്ത് സുരേഷ് ഗോപിയുടെ കരിയറെ തന്നെ മാറ്റിമറിച്ച എവർഗ്രീൻ പൊളിറ്റിക്കൽ ആക്ഷൻ ചിത്രമായ കമ്മീഷണർ സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം മണി നിർമ്മിച്ച് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം വമ്പൻ മൗത്ത് പബ്ലിസിറ്റിയുടെയും സുരേഷ് ഗോപിയുടെ താരമൂല്യത്തിന്റെയും പിൻബലത്തിൽ അഭൂതപൂർവമായ വിജയമായിരുന്നു 1994 വിഷുക്കാലത്ത് നേടിയത്. രഞ്ജി പണിക്കർ തിരക്കഥാ സംഭാഷണം നിർവഹിച്ച ഈ ചിത്രം ചന്ദ്രൻ IPS എന്ന കഥാപാത്രം താരത്തിന്റെ മികച്ച ഒരു കഥാപാത്രമായി ഇന്നും നിലനിൽക്കുന്നു. 20 സെന്ററുകളിലാണ് വിഷു ദിനത്തിൽ കമ്മീഷണർ റിലീസ് ചെയ്തത്. ജഗദീഷ് മോഹൻ തോമസ് എന്ന തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ശോഭനയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. 4 സെന്ററുകളിലാണ് കമ്മീഷണർ 100 ദിവസം പ്രദർശിപ്പിച്ചത്. ഇതിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും റെഗുലർ ഷോയിലും ബാക്കി 2 സെന്ററുകളിൽ നൂൺ ഷോയിലുമാണ് ഈ ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം ധന്യാരമ്യ കോംപ്ലക്സിൽ 112 ദിവസം പ്രദർശിപ്പിച്ച കമ്മീഷണർ അവിടെ നിന്ന് 21,55,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത്. വിജയരാഘവൻ, ഗണേഷ് കുമാർ, രാജൻ പിദേവ്, NF വർഗീസ്, ബൈജു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന കമ്മീഷണർ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയ ചിത്രം കൂടിയായിരുന്നു. 94 ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ 2ാം സ്ഥാനം കൈവരിച്ച കമ്മീഷണർ സുരേഷ് ഗോപിയുടെ കരിയറിൽ എന്തുകൊണ്ടും മികച്ചൊരു ചിത്രം കൂടിയായിരുന്നു. 1995 സുരേഷ് ഗോപിയുടേതായി ഒരു ചിത്രമാണ് റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്. 1995 സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു. മെയ് 10 തിയേറ്ററുകളിലെത്തിയ സാദരം. ഈ ചിത്രം 20 സെന്ററുകളിലായിരുന്നു കേരളത്തിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്തത്. കൃപ ഫിലിംസ് നിർമ്മിച്ച് ജോസ് തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. സുരേഷ് ഗോപി ആക്ഷൻ ഹീറോ ഇമേജ് ഒഴിവാക്കി തികച്ചും കുടുംബ ചിത്രങ്ങളിലേക്കുള്ള കാൽവെപ്പുമായി എത്തിയ സാദരം തരക്കേടില്ലാത്ത കുടുംബചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ടിൽ ഈ ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു. സാദരം കോഴിക്കോടാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സിലായിരുന്നു ഈ ചിത്രം 100 ദിവസം പൂർത്തിയാക്കിയത്. AK ലോഹിദാസിന്റെ തിരക്കഥാ സംഭാഷണത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിൽ ലാലു അലക്സും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്തിരുന്നു. സുവർണ മാത്യു, കവിയൂർ പൊന്നമ്മ, ഗീത തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1996 ഒരു ചിത്രം പോലും സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചിട്ടില്ല. 1997 സുരേഷ് ഗോപിയുടേതായി ഒരു ചിത്രമാണ് റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്. 1997 സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു. ജോഷിയും രഞ്ജി പണിക്കറും ആദ്യമായി ഒരുമിച്ച് ഒക്ടോബർ 18 തിയേറ്ററുകളിലെത്തിയ ലേലം. 94 ഇറങ്ങിയ കമ്മീഷണർ എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം 3 വർഷത്തോളമായി മികച്ച വിജയങ്ങളില്ലാതിരുന്ന സുരേഷ് ഗോപിക്ക് വൻ നേട്ടമായി മാറിയ ചിത്രമായിരുന്നു ലേലം. ജോഷിയുടെ സംവിധാന മികവും രഞ്ജി പണിക്കരുടെ മികച്ച തിരക്കഥയുമായി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം അഭൂതപൂർവമായ വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. 22 സെന്ററുകളിലാണ് ലേലം റിലീസ് ചെയ്തത്. സുരേഷ് ഗോപി ആനക്കാട്ടിൽ ചാക്കോച്ചി എന്ന എവർഗ്രീൻ ഐക്കോണിക് കഥാപാത്രമായി അരങ്ങ് തകർത്ത ഈ ചിത്രം റിലീസ് കേന്ദ്രങ്ങളിലൊക്കെയും മികച്ച ഇനീഷ്യൽ നേടി വമ്പൻ അഭിപ്രായവുമായി 97 തന്നെ മികച്ച പണംവാരി ചിത്രങ്ങളിലൊന്നായി മാറി. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആണ് അക്കാലത്ത് നേടിയത്. ഈ ചിത്രം 4 സെന്ററുകളിലാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. സെവനാർസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ സിദ്ദിഖ്, MG സോമൻ, സ്പടികൻ ജോർജ്, NF വർഗീസ്, മണിയമ്പിള്ള രാജു തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. നന്ദിനി നായികയായി എത്തിയ ഈ ചിത്രം മലയാളത്തിലെ പ്രിയനടൻ MG സോമന്റെ അവസാനത്തെ ചിത്രം കൂടിയായിരുന്നു. ഔസേപ്പച്ചനായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 1998 സുരേഷ് ഗോപിയുടേതായി ഒരു ചിത്രമാണ് റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്. 1998 സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു സമ്മർ ഇൻ ബത്ലഹേം. 98 ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 3 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം സിബി മലയിലായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കോക്കേഴ്സ് ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം രഞ്ജിത്ത് ആയിരുന്നു നിർവഹിച്ചത്. സമ്മർ ഇൻ ബത്ലഹേം 28 സെന്ററുകളിലാണ് റിലീസ് ചെയ്തത്. തികച്ചും ഒരു ഫെസ്റ്റിവൽ എന്റർടൈനറായി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായിക. കുടുംബ പ്രേക്ഷകർ ഇരു കൈ നീട്ടിയെടുത്ത സമ്മർ ഇൻ ബത്ലഹേമിൽ സുരേഷ് ഗോപിയെ കൂടാതെ ജയറാമും പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. വിദ്യാസാഗർ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഈ
ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും അക്കാലത്ത് മികച്ച ജനശ്രദ്ധ നേടിയെടുത്ത ഗാനങ്ങളായിരുന്നു. ചിത്രത്തിന്റെ വിജയത്തിന് ഗാനങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചു. എറണാകുളത്താണ് ഈ ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചത്. മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ട് കൂടി സമ്മർ ഇൻ ബത്ലഹേം പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഓണച്ചിത്രമായിരുന്നു. മോഹൻലാൽ അതിഥിതാരമായി എത്തിയ ഈ ചിത്രത്തിൽ ജനാർദ്ദനൻ, കലാഭവൻ മണി, ശ്രീജയ, രസിക തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1999 സുരേഷ് ഗോപിയുടേതായി ഒരു ചിത്രമാണ് റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്. 1999 സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു ജോഷി രഞ്ജി പണിക്കർ ടീമിലൊരുങ്ങിയ പത്രം. 1999 ഫെബ്രുവരി 18 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഒരുപിടി വിവാദങ്ങളുമായിരുന്നു തിയേറ്ററുകളെത്തിയിരുന്നത്. പ്രമുഖ പത്രസ്ഥാപനങ്ങൾക്കെതിരെ പരാമർശമുണ്ട് എന്ന വിവാദങ്ങൾ കാരണം റിലീസ് നാളുകളിൽ പേപ്പർ അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ ഇറങ്ങിയ ചിത്രമായിരുന്നു പത്രം. എന്നിരുന്നാലും പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ മികച്ച വിജയമായിരുന്നു ഈ ചിത്രം അക്കാലത്ത് നേടിയത്. പത്രം 27 സെന്ററുകളിലാണ് റിലീസ് ചെയ്തത്. ലേലത്തിന്റെ മികച്ച വിജയത്തിന് ശേഷം സുരേഷ് ഗോപിക്ക് ലഭിച്ച അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു പത്രം. മഞ്ജു വാര്യർ നായികയെ എത്തിയ ഈ ചിത്രം 7 ആർട്സ് ആയിരുന്നു നിർമ്മിച്ചത്. മുരളി വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ NF വർഗീസ് ആയിരുന്നു വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരുന്നത്. പത്രം 2 സെന്ററുകളിലാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് ഈ ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചത്. പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയ ഈ ചിത്രം റിലീസിംഗ് കേന്ദ്രങ്ങളിലൊക്കെയും വമ്പൻ ഇനീഷ്യലും മികച്ച കളക്ഷനുമായിരുന്നു നേടിയിരുന്നത്. ബിജു മേനോൻ, കൊച്ചിൻ ഹനീഫ, ഷമ്മി തിലകൻ, അഭിരാമി, ജനാർദ്ദനൻ, സ്പടികൻ ജോർജ്, വിജയകുമാർ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചത്. 2000 വർഷത്തിൽ സുരേഷ് ഗോപിയുടേതായി ഒരു ചിത്രമാണ് റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്. 2000 വർഷത്തിൽ സുരേഷ് ഗോപിയുടേതായി റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു സുരേഷ് ഗോപി, ലാൽ, ദിലീപ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തെങ്കാശിപ്പട്ടണം. ഡിസംബർ 23-ാം തീയതി ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററിലെത്തിയ ഈ ചിത്രം റാഫി മെക്കാട്ടിനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. 29 സെന്ററുകളിലാണ് തെങ്കാശിപ്പട്ടണം റിലീസ് ചെയ്തത്. കോമഡി ഫാമിലി എന്റർടൈനർ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ ചിത്രം അഭൂതപൂർവമായ വിജയമായിരുന്നു വർഷാവസാനം നേടിയിരുന്നത്. റാഫി മെക്കാട്ടിൻ തന്നെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം സുരേഷ് ഗോപിയുടെ കരിയറിലെ തന്നെ വലിയ വിജയങ്ങളിലൊന്നായ ചിത്രം കൂടിയായിരുന്നു. സംയുക്ത വർമ്മയും കാവ്യ മാധവനും ഗീതു മോഹൻദാസും നായികമാരായി എത്തിയ ഈ ചിത്രം സുരേഷ് പീറ്റേഴ്സ് സംഗീത സംവിധാനം നിർവഹിച്ച തട്ടുപൊളിപ്പൻ ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. 24 സെന്ററുകളിലും ഈ ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചു. അതിൽ 17 റിലീസ് സെന്ററുകളിൽ റെഗുലർ ഷോയിലും 7 റിലീസ് സെന്ററുകളിൽ നൂൺ ഷോയിലുമാണ് ഈ ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചത്. തെങ്കാശിപ്പട്ടണം 4 സെന്ററുകളിൽ 150 ദിവസമാണ് പ്രദർശിപ്പിച്ചത്. കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഒരേപോലെ സംതൃപ്തി നൽകിയ തെങ്കാശിപ്പട്ടണം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയ ചിത്രം കൂടിയായിരുന്നു. തെങ്കാശിപ്പട്ടണത്തിന്റെ മെഗാ വിജയം അക്കാലത്ത് കിതച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയ്ക്ക് പുത്തൻ ഉണർവായിരുന്നു നൽകിയിരുന്നത്. ആകെ സമ്മറി നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ 5 ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടി, 3 ചിത്രങ്ങൾ സൂപ്പർ സ്റ്റാറ്റസും 1 ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു. ഇതിൽ തെങ്കാശിപ്പട്ടണം, കമ്മീഷണർ, ഏകലവ്യൻ, എൻ്റെ സൂര്യപുത്രിക്ക്, ലേലം എന്നീ ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടി. തലസ്ഥാനം, സമ്മർ ഇൻ ബത്ലഹേം, പത്രം എന്നീ ചിത്രങ്ങൾ സൂപ്പർ സ്റ്റാറ്റസും സാദരം ആവറേജ് വിജയവും കൈവരിച്ചു. ഇതിൽ 3 ചിത്രങ്ങൾ ഷാജി കൈലാസാണ് സംവിധാനം ചെയ്തത്. 5 ചിത്രങ്ങൾക്ക് രഞ്ജി പണിക്കർ തിരക്കഥയൊരുക്കി, 2 ചിത്രങ്ങൾ ജോഷി സംവിധാനം ചെയ്തു. ഇത്രയുമാണ് 1989 മുതൽ 2000 വരെയുള്ള വർഷങ്ങളിൽ സുരേഷ് ഗോപിയുടേതായി പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.